ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഏവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. പുതിയൊരു ആഴ്ചയുടെ, പുതിയൊരു മാസത്തിൻ്റെ, പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണ്. എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. US മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ അല്ല. മാത്രമല്ല ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ചെറിയ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനുള്ള സാധ്യതയാണ് കാണിച്ചു തരുന്നത്. എന്തായാലും ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. ആദ്യം പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസിലേക്ക്. ആദ്യത്തെ വാർത്ത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 2023-24 ധനമന്ത്രാലയത്തിന്റെ ഫോർകാസ്റ്റായ 6.5% കവിയും എന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു. ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന സാമ്പത്തിക പ്രകടനമാണ് കണ്ടത്. 7.6% GDP വളർച്ചയുണ്ടായത്. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ ഉയർന്ന ഡാറ്റ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച ശക്തമാകും എന്ന് തന്നെയാണ്. നാലാം പാദത്തിലും ശക്തമായ വളർച്ച തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർബൻ കൺസംഷൻ ഗ്രോത്തിൽ പ്രധാനമാണ്. റൂറൽ ഡിമാൻഡും വർദ്ധിക്കുന്നത് പ്രതീക്ഷ നൽകുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി ചുരുങ്ങി. ഇത് ആശങ്കാജനകമാണ്. കാരണം ഇത് വളർച്ചയിൽ സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ആദ്യത്തേത്. അടുത്തതായി നമ്മൾ പോകുന്നത് കഴിഞ്ഞ 10 വർഷം ജനുവരി മാസം എത്തരത്തിലായിരുന്നു ഷെയർ മാർക്കറ്റിൽ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ആ ഡാറ്റയിലേക്ക് പോകാം. ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ജനുവരി മാസം ഇന്ത്യൻ ഓഹരി വിപണിക്ക് അത്ര നല്ലൊരു മാസമല്ല. നിഫ്റ്റി 50 കഴിഞ്ഞ 10 വർഷത്തിൽ 7 വർഷവും സെൻസെക്സ് 6 വർഷവും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും ജനുവരികൾ പോസിറ്റീവായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2015, 2017, 2018 എന്നീ 3 വർഷങ്ങളിൽ നിഫ്റ്റി 4 മുതൽ 7% വരെ നേട്ടമുണ്ടാക്കിയ വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ വർഷം 2014 ആയിരുന്നു. 3% മുകളിലാണ് ഇടിവ് വന്നത്. നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈക്ക് വളരെ അരികിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി ഡിസംബറിൽ മാത്രം 8% ഉയർന്നു. ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം ഡിസംബർ മാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കറക്ഷന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കും എന്ന സാധ്യതകൾ ഉള്ളതുകൊണ്ടും രാഷ്ട്രീയ സ്ഥിരത, നല്ല വിപണി സെന്റിമെന്റ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് ഇപ്പോഴും മാർക്കറ്റുകൾ വളരെ പോസിറ്റീവ് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ 12 മാസത്തിൽ 10 മാസവും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് തന്നെയായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ബൈയിങ് മോഡിലായത് കുറച്ചുകൂടി പോസിറ്റിവിറ്റി കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ജനുവരി മാസം മുൻ വർഷങ്ങളിലെ പോലെ ഇടിവിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് ഇന്ത്യയുടെ ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റയിലേക്കാണ്. ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിൽ 9.07 ലക്ഷം കോടി രൂപയാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പുറത്തുവിട്ട ഡാറ്റ വന്നിരിക്കുന്നത്. ഒക്ടോബറിലെ പ്രതിമാസ കമ്മി വാർഷികാടിസ്ഥാനത്തിൽ 53% കുറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ റെസീപ്റ്റ്സ് ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിൽ 19% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. നവംബറിൽ അറ്റ നികുതി വരുമാനം 149% വർദ്ധിച്ചത്. അതിനു പുറമെ മൊത്ത നികുതി പിരിവ് വർഷം തോറും 21% ഉയരുകയും ചെയ്തു. 2023-24 GDPയുടെ 5.9% എന്ന ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുമെന്ന് ധനമന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല വരാനിരിക്കുന്ന 2024-25 ബഡ്ജറ്റിലെ കമ്മി കൂടുതൽ കുറവ് പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉയർന്നു തന്നെയാണെങ്കിലും വരുമാന വളർച്ചയും ചെലവ് നിയന്ത്രിക്കുന്നതും കാണിക്കുന്നത് നല്ല സൂചന തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് പോയത്. മാത്രമല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഒരുപാട് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് വരുന്ന ഒരു ആഴ്ച തന്നെയാണ്. ജനുവരി 1 തന്നെ തിങ്കളാഴ്ച തന്നെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ ഇന്ത്യയിൽ നിന്നും വരുന്നുണ്ട്. പ്രധാനപ്പെട്ടതാണ്. ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ചൈനീസ് മാനുഫാക്ചറിംഗ് PMI ഡാറ്റ വരുന്നുണ്ട്. ബുധനാഴ്ച ഇന്ത്യൻ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുണ്ട്. ബുധനാഴ്ച അദാനി പോർട്സ് ബോർഡ് യോഗം ചേരുന്നുണ്ട്. അന്ന് തന്നെ US മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും ജോബ് ഓപ്പണിംഗ്സ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. വ്യാഴാഴ്ച US FOMC മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ വ്യാഴാഴ്ച തന്നെയാണ്. വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ത്യ സർവീസസ് PMI ഡാറ്റയും യൂറോ ഏരിയ ഇൻഫ്ലേഷൻ ഡാറ്റയും US നോൺ ഫാം പേറോൾ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഡാറ്റകൾ പുറത്തു വരുന്ന ആഴ്ച തന്നെയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്, നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി 21,731.22% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ വീക്ക്ലിയിലും മന്ത്ലിയിലും ഒരു പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റീവ് തന്നെയാണ്. നിഫ്റ്റിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലെവൽ എന്നത് 22,000 എന്നതാണ്. 22,000 ടച്ച് ചെയ്യുന്നതിന് മുന്നേ ആയി ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴത്തെ റേഞ്ചിൽ നിന്നും ഒരു ഫോൾ വരികയാണെങ്കിൽ 21,600, 21,500 ഒക്കെ ഡൗൺ സൈഡിൽ ക്രൂഷ്യനായിട്ടുള്ള ഒരു സോൺ ആവാൻ സാധ്യതയുണ്ട്.
ഡെയിലി ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ വീക്ക്ലി ക്യാൻഡിൽ ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. അത് കൂടുതൽ പവർഫുള്ളായി തന്നെ നിഫ്റ്റിയെ കൊണ്ടുപോകുന്നു. ഇൻഡെക്സ് 1.8% കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 21,750 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടരാനാണ് സാധ്യതയുള്ളത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് പോകാം. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,700 സ്ട്രൈക്കിലും അതിനുശേഷം 21,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 22,000 ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത്. ഡൗൺ സൈഡിൽ 21,500 ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം പുട്ട് സൈഡിൽ 84% വർധനവാണ് ഉള്ളത്. അവിടെ ഒരു ലോങ് ബിൽഡപ്പാണ് നടക്കുന്നത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 64% വർധനവുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലുമുള്ളത്. 21,650 സ്ട്രൈക്കിൽ 92% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലും കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 87% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. 21,750 സ്ട്രൈക്കിൽ 81% വർധനവ് പുട്ട് സൈഡിൽ കാണാം. 114% വർധനവാണ് കോൾ സൈഡിലുള്ളത്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് നടക്കുമ്പോൾ കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 42,292-ൽ 216 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു വലിയ ലോവർ ഷാഡോവും ചെറിയ അപ്പർ ഷാഡോയോടും കൂടിയ ചെറിയ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റിയിലും 1.7% ഉയർച്ചയാണ് കണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,300 48,000 ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള സോൺ. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത സ്ട്രൈക്കുകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം കോൾ സൈഡിൽ 48,500 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000-ലും അതിനുശേഷം 49,500-ലുമാണ്. പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 48,000 അതിനുശേഷം 47,000-ഉം അതിനുശേഷം 46,500-ഉമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉം റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 48,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് വെള്ളിയാഴ്ച 4% ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. 14.45 എന്ന നിലയിലെത്തി. ഇന്ത്യ വിക്സ് 15-ൽ നിന്നും 14-ലേക്ക് വന്നു. അതും വെള്ളിയാഴ്ച തന്നെയായിരുന്നു. അടുത്ത സെഗ്മെന്റിലേക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേയായി നമ്മുടെ ചാനലിൽ രാവിലെ എല്ലാ ദിവസവും ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ നമ്മുടെ ഈ 2 വീഡിയോകളും കാണുക. നമ്മുടെ ലൈവ് തുടങ്ങാൻ രാവിലെ 11 മണിയൊക്കെ ആകും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 9 മണി മുതൽ നമ്മുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല നമുക്കൊരു തമിഴ് ചാനൽ കൂടിയുണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സ്റ്റോക്ക് ന്യൂസ് നോക്കാം. കരൂർ വൈശ്യ ബാങ്ക് ബാങ്കിൻ്റെ 9.95 വരെ ഓഹരികൾ ഏറ്റെടുക്കാൻ ICICI AMCയിൽ നിന്ന് റിസർവ് ബാങ്കിന് അംഗീകാരം ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് ഗ്രാസിം ഇൻഡസ്ട്രീസ്. ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ കെമിക്കൽ ഡിവിഷൻ ബറൂച്ചിലെ നൂതന വസ്തുക്കളുടെ ഉൽപ്പാദന ശേഷി ഇരട്ടിയാക്കി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് ഗ്രാസിമിനെ സംബന്ധിച്ച്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് എഡിറ്റി തെറാപ്പിസ്റ്റിൻ്റെ 6.46% ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസിൻ്റെ അനുബന്ധ സ്ഥാപനം വാങ്ങി എന്നൊരു വാർത്തയാണ്. മറ്റൊരു വാർത്ത SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസിനെ സംബന്ധിച്ചത്. കമ്പനിയുടെ ബോർഡിൽ നോമിനി ഡയറക്ടറായി നിതിൻ ചുഗിനെ നിയമിക്കുന്നതിന് ഓഹരി ഉടമകളിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. 2023 ഒക്ടോബർ 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നും കമ്പനി പറയുന്നു. അടുത്തത് നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്. വ്യക്തിപരമായ കാരണങ്ങളാൽ പ്രദീപ് ജെയിൻ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ സ്ഥാനം രാജിവെച്ചു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക്. അടുത്ത സെഗ്മെൻറ്റിലേക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞ സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. IEX 165 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 166.15 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 170 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് വളരെയധികം മുന്നോട്ട് പോയി 172.3 വരെയാണ് സ്റ്റോക്ക്
വെള്ളിയാഴ്ച അപ്പായത്. നല്ല പ്രോഫിറ്റാണ് ഇൻട്രാഡേയിൽ നമുക്ക് ലഭിച്ചത്. മറ്റൊരു സൂപ്പർ ഹിറ്റായ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. 765 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 770.3 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 780 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് റാലി ചെയ്തത് 802 വരെയായിരുന്നു. വളരെ വലിയൊരു പ്രോഫിറ്റാണ് ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് IRCTC ആയിരുന്നു. 880 CE ആയിരുന്നു പറഞ്ഞത്. 884.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. ടാർഗറ്റ് ആയി ഫിക്സ് ചെയ്തിരുന്നത് 895 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. F&O സെഗ്മെന്റിൽ മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഡിസംബർ 22 നമ്മൾ പറഞ്ഞ GMR ഇൻഫ്ര ആയിരുന്നു. 75 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 76.8 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 80 ആയിരുന്നു. എന്നാൽ സ്റ്റോക്ക് 81.5 വരെ അപ്പായി. സ്വിംഗ് സെഗ്മെന്റിലും നമ്മൾ GMR തന്നിരുന്നു. സ്വിംഗ് സെഗ്മെന്റിൽ കുറച്ചുകൂടി വലിയൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. വരും ദിവസങ്ങളിൽ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ്. F&O സെഗ്മെന്റിൽ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ കൂടി നോക്കാം. ഗെയിൽ 160 CE എൻട്രി എടുക്കുന്നത് 162.8 എന്ന നിലയിലായിരുന്നു. സ്റ്റോക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. അടുത്തത് അംബുജ സിമെന്റ് 520 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 2854 എന്ന നിലയിൽ. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. അടുത്തത് അദാനി എന്റർപ്രൈസസ് 2850 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 2849 എന്ന നിലയിൽ. അടുത്തത് NMDC 210 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 212.15 എന്ന നിലയിൽ. അടുത്തത് നാഷണൽ അലുമിനിയം 135 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 135. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഹോൾഡിങ്ങിലാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകളുടെ ഒന്നും തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. വീഡിയോ അത്രയേറെ ലെങ്ത്തിൽ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും അത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഇവിടെ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കിലേക്ക് പോകാം. സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് സ്റ്റോക്ക് ഡിസംബർ 18 നമ്മൾ പറഞ്ഞത്. 270 എന്ന നിലയിൽ എൻട്രി എടുത്തു. 291 വരെയാണ് വെള്ളിയാഴ്ച സ്റ്റോക്ക് അപ്പായത്. 7.70% സ്റ്റോക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പ്രോഫിറ്റായി നേടിത്തന്നത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് വളരെ നല്ല പ്രോഫിറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിലേക്ക്. ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 1459 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIs ആവട്ടെ 554 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. FIS ബൈയിങ്ങിൽ തന്നെയാണ് എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. US മാർക്കറ്റിലേക്ക് മികച്ച നേട്ടത്തോടെയാണ് ഡിസംബർ മാസം US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 9 വീക്ക്ലി ഗെയിൻസ് ഉണ്ടാക്കിയ ആഴ്ചയായിരുന്നു കടന്നുപോയത്. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു. ഡൗ ജോൺസ് 0.10% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.45%, S&P 500 0.24% എന്നിങ്ങനെയായിരുന്നു ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളുടെ അവസ്ഥ. മാത്രമല്ല എല്ലാ ഇൻഡെക്സുകളും കഴിഞ്ഞ ആഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 2024 ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും ഒരു മൾട്ടി റേറ്റ് കട്ട് ഉണ്ടാകും എന്ന വാർത്തകളും ട്രഷറി ബോണ്ട് ഈൽഡുകൾ 5% നിന്ന് 3.9% താഴ്ന്നതും ഡോളർ ഇൻഡെക്സ് 107 നിന്നും ഇപ്പോൾ 101 നിൽക്കുന്നതും ഒക്കെ US മാർക്കറ്റുകൾക്ക് കൂടുതൽ ശക്തി പകർന്നു. അടുത്തത് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ്. ടെക്സൈഡിൽ ഇൻഫോസിസ് 0.94% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.09% നേട്ടത്തിലും. വിപ്രോ മാത്രമാണ് ഇന്നലെ ADRൽ അവിടെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത്. മറ്റ് സ്റ്റോക്കുകൾ ICICI ബാങ്ക് 1.57% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.17% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 0.75% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഡോക്ടർ റെഡ്ഡി 0.23% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഇന്ന് ന്യൂ ഇയറിനോടനുബന്ധിച്ച് US മാർക്കറ്റുകൾ അവധിയാണ്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലായിരുന്നു. UK മാർക്കറ്റ് FTSE 0.14% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.11% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.30% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. യൂറോപ്യൻ മാർക്കറ്റുകളും 2023 പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്ത്. ഇനി 2023 ഡാക്സ് 20% ഉയർന്നത്. CAC 16% ഉയർന്നു. FTSE 3.6% ഉയർന്നു. ന്യൂ ഇയറിനോടനുബന്ധിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്ന് ക്ലോസ്ഡ് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഏഷ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,776 0.33% ഇടിവിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് നല്ലൊരു ഗ്യാപ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് US ക്രൂഡ് ഓയിൽ 10% ആനുവൽ ഡിക്ലൈനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന ബ്രൻറ്റും WTIയും
നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഉള്ളത് 77.07 എന്ന നിലയിൽ 0.10% ഇടിവിലാണ്. WTI ഉള്ളത് 71.33 എന്ന നിലയിൽ 0.61% ഇടിവിലുമാണ് ഉള്ളത്. ഏവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.